Dear friends, I am Shashidharan, Managing Director of IES Kollam, a very established bank coaching training center for the last 35 years. വളരെ സന്തോഷത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ആഫ്റ്റർ ഡിഗ്രി ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ ജോബ്, ഇന്ത്യയിലെ ജോബ് ഇതൊക്കെ വിട്ടിട്ട് ഇപ്പം ഫോറിൻ ജോബിലേക്കാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ലൈഫ് എൻജോയ് ചെയ്യാമെന്നാണ് പൊതുവെ എല്ലാവരുടെയും ആഗ്രഹം. എന്താണ് ലൈഫ്? അപ്പം ജോബും എൻജോയ്മെൻറ്റും ഒരുപോലെ നടത്താം, അത് എവിടെയും പറ്റും. നമ്മളുടെ മൈൻഡ് സെറ്റാണ് അതിന് പ്രധാനം. നമ്മൾ കേരളത്തിൽ തന്നെ ചിലർക്ക് നാട്ടിൽ ജോബ് വേണം, പുറത്തേക്ക് വേണ്ട. ചിലർക്ക് ഞാൻ കേരളത്തിന് പുറത്ത് മതി, കേരളത്തിൽ വേണ്ട, എനിക്ക് ബാംഗ്ലൂർ മതി, എനിക്ക് ബോംബെ മതി, ഹൈദരാബാദ് മതി, ഇങ്ങനെ ഓരോ പ്ലാനിങ് ഉണ്ട്. ചിലർ ടെക്നോ പാർക്കിൽ തന്നെ എനിക്ക് ജോബ് വേണം. അപ്പോൾ ഇത് ഓരോന്നിനും അതിൻ്റെ പ്ലസ്സും മൈനസും ഉണ്ട്. നന്നായിട്ട് അനലൈസ് ചെയ്യണം. നമ്മൾ അതിൻ്റെ പ്ലസ് മാത്രം കേട്ടിട്ടായിരിക്കും പലപ്പോഴും. പക്ഷേ ഏത് ജോബാണെങ്കിലും നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ജോബിനോടൊപ്പം എൻജോയ് ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ മെൻ്റൽ എക്സസൈസാണ് എല്ലാവരെയും ആ ഹാപ്പിനെസ്സിലൂടെ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ജോബ് മാത്രം ആണെങ്കിൽ മൊണോട്ടോണസ് ആയിരിക്കും. നമുക്കൊരിക്കലും ആ ജോബിൻ്റെ ടെൻഷൻ മാറുകയില്ല. അതിനെപ്പോഴും ഒരു ടൈം ലിമിറ്റുണ്ട്. ജോബിനെല്ലാം ടൈം ലിമിറ്റ് ഉണ്ട്. അത് നമ്മൾ വേണ്ട സമയത്ത് കറക്റ്റായിട്ട് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് മാക്സിമൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നൊരു ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക് അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ. അപ്പോഴും നമ്മൾ ജോബിൻ്റെ ടെൻഷൻ മനസ്സിൽ വരാത്ത രീതിയിലുള്ള ഒരു എക്സസൈസ് ആയിരിക്കണം, നമ്മൾ മെൻ്റൽ എക്സസൈസ് ആയിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ പേഴ്സണലൈസ് ചെയ്ത് കാണരുത്. ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ജോബുകളുടെ പ്രഷർ നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് കാണരുത്. നമ്മളുടെ സ്വന്തമല്ല, സ്ഥാപനത്തിൻ്റെയാണ്. അത് ഓഫീസിൽ ചെല്ലുമ്പോൾ അതുണ്ട്, അതിൻ്റെ ഒരു പാർട്ടാണ്. അല്ലാതെ അത് നമ്മൾ ആ ടെൻഷൻ വെച്ചിട്ട് ഒരിക്കലും ലീവ് എടുക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഫാമിലി കാര്യങ്ങൾ നോക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. അത് നമ്മൾ മൈൻഡ് ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. എപ്പോഴും റെസ്റ്റ് ആൻഡ് റെക്കുപ്പറേഷന് ബാങ്കിന് പ്രൊവിഷനും ഉണ്ട്. അത് യൂസ് ചെയ്യുന്നവരുണ്ട്, യൂസ് ചെയ്യാത്തവരുമുണ്ട്. എത്ര ടെൻഷനാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്താം. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ, ഒരു കാലത്ത് നമ്മളും ബാങ്കിലായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മളൊരു ബന്ധം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്ന് പെട്ടിയെടുക്കുമായിരുന്നു. അടുത്ത ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു റിസോർട്ടിലേക്കോ വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കോ എവിടെയെങ്കിലും. അതുപോലെ സ്കൂൾ തൊട്ടേ പഠിച്ച ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മകൾ ഒരുപാടുണ്ട്, ഒരുപാട് ഗ്രൂപ്പുണ്ട്. അത് 2 പേര് 3 പേര് 4 പേര് ആണെങ്കിൽ പോലും അങ്ങനെ പല ഗ്രൂപ്പുകൾ ചേരുമ്പോൾ എന്നും എൻജോയ് ചെയ്യാനുള്ള അവസരം കിട്ടും. മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ കണ്ടെത്തുക. ചില നെഗറ്റീവൊക്കെ പല ഫ്രണ്ട്സിനും കണ്ടേക്കാം, അതെല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ നമുക്കും ഉണ്ട്. അപ്പോൾ ഇതല്ല പ്രധാനം. ആ ഒരു ലൈഫിലെ ആ എൻജോയ്മെൻറ്റ് അതിന് സമാനമായിട്ട് വേറൊന്നും കിട്ടാറേയില്ല. അപ്പോൾ ഇത് സമയം കണ്ടെത്തും. ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും യാത്രയുണ്ട്. അതിന് സമാനമായിട്ട് വേറെ എൻ്റർടൈൻമെൻറ്റ് ഇല്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താൻ വൈകുന്നതും നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ദോഷമായിട്ട് വരുന്നത്. എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്തോടെ ലൈഫാണ് ടുഗദർ വിത്ത് എ ജോബ്. അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത്. അപ്പം ജോലിയോടൊപ്പം എൻജോയ്മെൻറ്റ്. ഇപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും ഓൾവേസ് ഇറ്റ് വിൽ ബി ലിങ്ക്ഡ്. അത് ഒഴിവാക്കി ഒരിക്കലും അസൗകര്യങ്ങൾ അസൗകര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ടാവാം. 4 അസൗകര്യം ഉണ്ടാകുമ്പം ഒരു തവണ സൗകര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക, അതിൻ്റെ പ്രവർത്തനം നടത്തുക. നമ്മളെന്നും കറക്റ്റായിട്ട് ഓഫീസിൽ പോകുന്ന ഒരാൾ ഒരു ദിവസം ലേറ്റായി, ഓട്ടോമാറ്റിക്കായിട്ട് ലേറ്റായാലും അന്ന് ഓഫീസിൽ പോക്ക് നടക്കത്തില്ല, അല്ലെങ്കിൽ ലേറ്റാവും. അപ്പോൾ അതിന് എന്ത് വേണം? എന്നും കറക്റ്റ് ആണെങ്കിലും ഈ പറയുന്ന ദിവസവും കറക്റ്റ് ആവണം. അതാണ് അതിൻ്റെ നെഗറ്റീവ്. അപ്പോൾ കറക്റ്റായിട്ടൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാം, ജോബ് എൻജോയ് ചെയ്യാം. അങ്ങനെ എൻജോയ് ചെയ്തുള്ളൊരു ജോബാണ് തീർച്ചയായിട്ടും എല്ലാവരുടെയും സ്വപ്നം. അതായിരിക്കണം. അതിന് വേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.